നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ സാമ്പത്തിക നിലവാരം ലോകത്തിൽ ഉയരുന്നതായി വാർത്തകൾ വരുന്ന സമയമാണ്. അതിൽ നല്ലൊരു പങ്കും ഇന്ത്യൻ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. കണക്കിലെ കളികളിൽ സാമ്പത്തിക ക്രയവിക്രയങ്ങളുടെ വിവരങ്ങൾ പതിവായി പുറത്തു വരികയും ചെയ്യുന്നു. ഇപ്പോൾ വന്ന ഒരു കണക്കാണ്, കഴിഞ്ഞ 5 വർഷമായി അവകാശികളില്ലാതെ ബാങ്കുകളിൽ 1,43,619 കോടി രൂപ വെറുതെ കിടക്കുന്നു എന്നത്. പൊതു സ്വകാര്യ ബാങ്കുകളിലായി കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം 42,272 കോടി രൂപയാണ് വന്നു ചേർന്നത്. പൊതുമേഖലാ ബാങ്കുകളിൽ 36,185 കോടിയും സ്വകാര്യ ബാങ്കുകളിൽ 6,087 കോടിയുമാണ് ഇങ്ങനെ അവകാശികളില്ലാതെ കിടക്കുന്നത്. സാധാരണക്കാരായ അക്കൗണ്ട് ഉടമകളുടെ ചെറിയ തുകകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ അനാഥ പണം തിരികെ നൽകുവാനുള്ള ശ്രമങ്ങൾ നടപ്പിലാക്കിയെങ്കിലും അത് പൂർണ്ണമായും ഫലം കണ്ടിട്ടില്ല. 2014 ഡിപ്പോസിറ്റർ എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഫണ്ട് എന്നൊരു സംവിധാനം രൂപീകരിച്ചിരുന്നു. ഇതിലാണ് ഈ അവകാശികളില്ലാത്ത പണം നിക്ഷേപിച്ചിരിക്കുന്നത്. യഥാർത്ഥ ഉടമയെ കണ്ടെത്തി ബോധവൽക്കരണം നടത്തി പണം തിരികെ നൽകുക എന്നതാണ് ഈ സംവിധാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നടത്തിയ ശ്രമഫലമായി കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ മടക്കി നൽകുവാൻ കഴിഞ്ഞത് 5,729 കോടി രൂപ മാത്രമാണ്. ബാക്കി ഇപ്പോഴും ബാങ്കുകളിൽ തന്നെ കിടക്കുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപം കിടക്കുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ്. 2.18 കോടി അക്കൗണ്ടുകളിലായി 886 കോടി രൂപ അനാഥമായി കിടക്കുകയാണ്. മറ്റുള്ള ബാങ്കുകളുടെ കണക്ക് നോക്കിയാൽ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ 1.5 കോടി അക്കൗണ്ടുകളിലായി 5,340 കോടി, കാനറ ബാങ്കിൽ 1.56 കോടി അക്കൗണ്ടുകളിലായി 4,558 കോടി, ബാങ്ക് ഓഫ് ബറോഡയിൽ 89 ലക്ഷം അക്കൗണ്ടുകളിലായി 3,904 കോടി, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 11 ലക്ഷം അക്കൗണ്ടുകളിലായി 3,177 കോടി, ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 92,56,380 അക്കൗണ്ടുകളിലായി 2,557 കോടി, ഇന്ത്യൻ ബാങ്കിൽ 85,21,423 അക്കൗണ്ടുകളിലായി 2,445 കോടി എന്നിങ്ങനെയാണ് കിടക്കുന്നത്. 2022-23 സാമ്പത്തിക വർഷത്തിൽ പൊതുമേഖലാ ബാങ്കുകളിൽ 36,185 കോടിയും സ്വകാര്യ ബാങ്കുകളിൽ 6,087 കോടിയും എത്തിയിട്ടുണ്ട്. ഇങ്ങനെ അവകാശികളില്ലാത്ത പണം ഉടമസ്ഥനെ കണ്ടെത്തി തിരികെ നൽകുന്നതിന് റിസർവ് ബാങ്ക് ഒരു കേന്ദ്രീകൃത പോർട്ടൽ സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്. RBI ഉദ്ഗം പോർട്ടൽ എന്നാണ് അതിൻ്റെ പേര്. പല ബാങ്കുകളിൽ കിടക്കുന്ന ഒരാളുടെ നിക്ഷേപം പരിശോധിക്കാൻ ഉപഭോക്താക്കൾക്ക് ഇതിലൂടെ സാധിക്കും. പൊതുമേഖലാ ബാങ്കുകൾ 35,000 കോടിയുടെ നിക്ഷേപക വിവരങ്ങൾ റിസർവ് ബാങ്കിന് കൈമാറിയിട്ടുണ്ട്. കറണ്ട് അക്കൗണ്ട്, സേവിങ്സ് അക്കൗണ്ട് എന്നിവയിൽ 2 വർഷത്തിലേറെയായി ഒരു ഇടപാടും നടത്തിയില്ലെങ്കിൽ അത് അവകാശികളില്ലാത്തതായി കണക്കാക്കും. 10 വർഷത്തിൽ കൂടുതൽ ഇടപാടുകൾ നടത്താത്ത നിക്ഷേപങ്ങളും ഇത്തരത്തിൽ കണക്കാക്കും. ഉദ്ഗം പോർട്ടലിൽ ഇത്തരത്തിൽ നിക്ഷേപകർക്ക് തങ്ങളുടെ വിവരങ്ങൾ തിരക്കാവുന്നതാണ്. ലളിതമായ സ്റ്റെപ്പുകളിലൂടെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് പേര് സെർച്ച് ചെയ്ത് ഇത്തരത്തിൽ നിക്ഷേപങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കാവുന്നതാണ്. നിക്ഷേപകൻ മരണപ്പെട്ട കേസുകളിൽ നോമിനികൾക്കും ഇത്തരത്തിൽ അന്വേഷണങ്ങൾ നടത്തുവാൻ കഴിയും. ഇതിനായുള്ള കൃത്യമായ രേഖകളും അഡ്രസ് പ്രൂഫ്, തിരിച്ചറിയൽ രേഖ എന്നിവയെല്ലാം ഹാജരാക്കി ബാങ്കുകളുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം പണം പിൻവലിക്കുവാൻ സാധിക്കും. ഈ പണവുമായി ബന്ധപ്പെട്ട് അവകാശ തർക്കങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അത് ഒഴിവാക്കുവാനുള്ള നടപടികളും ബാങ്കുകളുമായി ബന്ധപ്പെടുമ്പോൾ ഇതിലൂടെ അറിയുവാൻ സാധിക്കും. എന്തായാലും ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപ ഇപ്പോഴും അവകാശികളില്ലാതെ ഇന്ത്യയിലെ ബാങ്കുകളിൽ കിടക്കുന്നു എന്നത് ഒരു വലിയ അത്ഭുതം തന്നെയാണ്. ആ പണം ക്രയവിക്രയങ്ങളിലൂടെ വിപണിയിലെത്തുമ്പോൾ മാത്രമേ അതിൻ്റെ ഗുണം മറ്റു സാധാരണ ജനങ്ങൾക്കും ലഭിക്കുകയുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവയൊക്കെ നൽകുക. നന്ദി, നമസ്കാരം.